കഴിഞ്ഞ ഒരു 100 വർഷങ്ങൾക്കിടയിലുണ്ടായ ഏതെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങളോ ഘടകങ്ങളോ ആണ് വൈദ്യശാസ്ത്ര പുരോഗതിയെ ഏറ്റവും കൂടുതൽ കാര്യമായി ബാധിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ മിക്കവരും പറയും അനസ്തേഷ്യയും ആന്റിബയോട്ടിക്സും ആയിരുന്നെന്ന്. ദീർഘവും സങ്കീർണങ്ങളുമായ ശസ്ത്രക്രിയകൾക്ക് അനേക മണിക്കൂറുകൾ വളരെ സേഫായിട്ട് രോഗികളെ മയക്കിക്കിടത്താമെന്നതും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെതിരായുള്ള യുദ്ധത്തിൽ പെൻസിലിനും തുടർന്നുള്ള ആന്റിബയോട്ടിക്സും കൈവരിച്ച വിജയവും ചികിത്സാരംഗത്തെ സമൂലം പരിവർത്തനം ചെയ്തു. ഇനി ഒരു 50 വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ തലമുറയിൽ ആരംഭിച്ചതും പിൽക്കാലത്ത് വൈദ്യലോകത്തെ ഏറ്റവും പരിവർത്തനം സൃഷ്ടിച്ചതുമായ സംഗതി എന്തായിരിക്കും? ഹാർട്ട് ട്രാൻസ്പ്ലാന്റും നീ റീപ്ലേസ്മെന്റും CT സ്കാനും MRIയും ഒക്കെ ഉണ്ടായി എന്നത് ശരി തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഹ്യൂമൻ ജെനറ്റിക്സിനെ പറ്റിയും ക്രോമസോമിനെ പറ്റിയുമുള്ള പഠനം ആരംഭിച്ചതോടുകൂടി വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ പുരോഗതിയുടെ ഒരു പുതിയ ലോകത്തിന്റെ പൂമുഖത്ത് നാം എത്തിയിരിക്കുകയാണ് എന്നാണ്. മലയാളത്തിലൊരു ചൊല്ലുണ്ടായിരുന്നു, ആകാശത്തിലെ കാർമേഘം മഴ പെയ്യുമോ എന്നും വയറ്റിൽ കിടക്കുന്ന ശിശു ആണോ പെണ്ണോ ആണെന്നും ആർക്കും പറയാൻ സാധിക്കയില്ല എന്ന്. എന്നാൽ ഇന്ന് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആണോ പെണ്ണോ എന്ന് ഏറ്റവും ലളിതമായ ഒരു ജനിക പരിശോധനയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. പരമ്പരാഗതമായി ലഭിക്കുന്ന അനേക രോഗങ്ങളുടെ സാധ്യതകൾ അറിയുവാനും നേരത്തെ തന്നെ ചികിത്സ ആരംഭിക്കുവാനും ഇന്ന് ജനറ്റിക് പരിശോധനകളിലൂടെ സാധിക്കുന്നുണ്ട്. ജനിക പരിണാമങ്ങളിലൂടെ ജീവൻ രക്ഷിക്കുന്ന അനേകം ഔഷധങ്ങൾ ഇന്ന് നാം നിർമ്മിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രമേഹ രോഗികൾക്ക് പഴയതുപോലെ പന്നിയുടെയും പശുവിന്റെയും പാൻക്രിയാസിൽ നിന്നെടുക്കുന്ന പലപ്പോഴും അലർജി ഉണ്ടാക്കിയേക്കാവുന്ന ആനിമൽ ഇൻസുലിൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യനിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന അതേ ജീൻസ് തന്നെ ബാക്ടീരിയയിൽ കടത്തിവിട്ട് ബാക്ടീരിയ നിർമ്മിക്കുന്ന ഹ്യൂമലിൻ ഇൻസുലിൻ മനുഷ്യന്റെ പാൻക്രിയാസ് നിർമ്മിക്കുന്നതിന് തുല്യമായ ഇൻസുലിനാണ്. ട്രാൻസ്പ്ലാന്റ് നടത്താൻ വേണ്ടി മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് ഓർഗൻ കാത്തിരിക്കാതെ സ്വന്തം ശരീരത്തിൽ തന്നെ ജനറ്റിക് ചികിത്സകളിലൂടെ പുതിയ അവയവങ്ങൾ വളർത്തിയെടുക്കുന്ന കാലവും അനധിവിദൂരതയിലൊന്നുമല്ല. കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന രക്തത്തിന്റെയോ മറ്റ് ബോഡി ഫ്ലൂയിഡ്സിന്റെയോ വളരെ വളരെ ഒരു ചെറിയ ഭാഗം കൊണ്ട് DNA പരിശോധന നടത്തി കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുവെന്നത് മറ്റൊരത്ഭുതമല്ലേ? പണ്ട് പറയുമായിരുന്നു, മെറ്റേണിറ്റി ഹാസ് എവിഡൻസ്, പെറ്റേണിറ്റി ഈസ് എ ഫെയ്ത്ത് ആൻഡ് സപ്പസിഷൻ എന്ന്. അമ്മയാരെന്നതിന് തെളിവുണ്ട്, അച്ഛനാരെന്നത് ഒരു വിശ്വാസം മാത്രമാണെന്ന്. ഇന്ന് കുട്ടി അച്ഛന്റേത് തന്നെയാണോ എന്ന് DNA പരിശോധനയിലൂടെ 100% നിശ്ചയം വരുത്താം. എന്ന ഡോക്ടർമാർക്ക് അറിയാമുള്ള മറ്റൊരു സംഗതിയുണ്ട്. മരുന്നുകളുടെ ഫലപ്രാപ്തിയിലും ഈ രാജ്യത്ത് വർണ്ണവിവേചനമുണ്ട്. ഉദാഹരണത്തിന് ബ്ലഡ് പ്രഷറിന്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ബീറ്റ ബ്ലോക്കേഴ്സിലും എയ്സ് ഇൻഹിബിറ്റർ ഗ്രൂപ്പിലും പെട്ട മരുന്നുകൾ വെള്ളക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യും, ബ്ലാക്സിന് പ്രയോജനം ചെയ്യില്ല. കാരണം ജെനറ്റിക്സ് ആണ്. അധികം താമസിയാതെ രോഗികളുടെ ജീൻ പരിശോധനകൾക്ക് ശേഷം അവർക്ക് ചേരുന്ന ജനിക ഘടനയ്ക്ക് ചേരുന്ന മരുന്നുകൾ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഇന്ന് ഉത്തരമില്ലാത്ത അനേകം രോഗങ്ങൾക്ക് പ്രതിനിധി ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ നമ്മുടെ കുടുംബ ചരിത്രവും ജീനിയോളജി നമ്മുടെ ജീൻസിൽ കുറിച്ചിട്ടിരിക്കുന്നു. നമ്മുടെ എല്ലാം കുടുംബ ചരിത്രങ്ങൾ കഷ്ടിച്ച് 6 7 തലമുറ പുറകോട്ടുകായി പോയി കഴിയുമ്പോൾ അവസാനിക്കുന്നു. പിന്നെ എല്ലാം പറഞ്ഞു കേട്ട കഥകൾ മാത്രമാണ്. നമ്മുടെ സെൽസിലുള്ള കോശങ്ങളിലുള്ള വൈ ക്രോമസോംസ് പുരുഷന്മാരിൽ മാത്രമുള്ളതാണ്. വൈ ക്രോമസോംസിന്റെ ജനിക ഘടന പരിശോധിച്ച്
നമ്മുടെ അച്ഛന്റെ 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 അച്ഛൻ അപ്രപിതാമഹൻ 100 വർഷമല്ല 1000 വർഷങ്ങൾ പുറകോട്ട് പോയി അന്വേഷിക്കാനായിട്ട് നമുക്കിന്ന് സാധിക്കും. ആ പ്രപിതാമഹന് ഭൂമിയുടെ ഏതു ഭാഗത്ത് ജനിച്ചു, അദ്ദേഹത്തിന്റെ പിന്മുറക്കാര് ഇന്ന് ഏതെല്ലാം ഭാഗങ്ങളിൽ കുടിയേറി അധിവസിക്കുന്നു എന്നെല്ലാം ജീനോം പഠനങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയൽ DNA അമ്മമാരിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ്. അമ്മമാരുടെയും പുറകോട്ടുള്ള തലമുറകളെപ്പറ്റി ഈ മൈറ്റോകോൺഡ്രിയ DNA പഠനങ്ങളിലൂടെ നമുക്ക് സാധിക്കും. മനുഷ്യരുടെ ഇടയിലുള്ള 1000-ലധികം വർഗങ്ങളെപ്പറ്റി ഇന്ന് ജനറ്റിക് പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. നാം ആര്യരായിരുന്നോ, ദ്രവീഡിയരാണോ, നോർത്ത് യൂറോപ്യൻസ് ആണോ, ഈസ്റ്റ് യൂറോപ്യൻസ് ആണോ, അറബിയാണോ, യഹൂദനാണോ എന്നെല്ലാം ഇന്ന് DNA പരിശോധനയിലൂടെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. നാം എല്ലാവരും വാസ്തവത്തിൽ സങ്കരവർഗത്തിൽപ്പെട്ടവരായിരിക്കാനാണ് സാധ്യത. സങ്കരവർഗമാണെങ്കിൽ എത്ര ശതമാനം ആഫ്രിക്കനാണ്, എത്ര ശതമാനം വെള്ളക്കാരനാണ്, എത്ര ശതമാനം യഹൂദനാണ് എന്നെല്ലാം നമുക്ക് നിശ്ചയം എടുക്കാം. അമേരിക്കയിലെ ആദിവാസികളായ റെഡ് ഇന്ത്യൻസിന് ഇവിടെ ചില പ്രത്യേക സംവരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഗവൺമെന്റ് നൽകുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത കാലം വരെ മറ്റു വർഗക്കാരായിരുന്നു കരുതപ്പെട്ടിരുന്ന പലരും 30% കൂടുതൽ തങ്ങൾക്ക് റെഡ് ഇന്ത്യൻ ജീൻസ് ഉണ്ട് എന്ന് DNA പരിശോധനകളിലൂടെ തെളിയിച്ച ശേഷം കോടതിയിലൂടെ സൗജന്യം വീണ്ടും കരസ്ഥമാക്കിയ അനേകം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ആണെങ്കിലും ഈ ഭൂമിയിലെ മനുഷ്യരില് ഉള്ള ജീൻസ് 99% ഒരുപോലെയാണ്. അതായത് വർഗങ്ങൾ തമ്മിൽ 0.0 അതായത് 1000-ൽ 1 വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഈ ചെറിയ വ്യത്യാസമാണ് മനുഷ്യരെ നിറത്തിലും ആകൃതിയിലും എല്ലാം വ്യത്യസ്തരാക്കുന്നത്. ചിക്കാഗോയിൽ നിന്ന് DNA പരിശോധനയിലൂടെ വർഗമേതെന്ന് നിശ്ചയിക്കുകയും കുടുംബചരിത്രം പുറകിലേക്ക് കാണിച്ചു തരികയും ചെയ്യുന്ന 7 വലിയ ജനറ്റിക് റിസർച്ച് ഏജൻസികളുണ്ട്. വർഗം, ജാതി, പൂർവികരുടെ കുടിയേറ്റ സ്ഥലങ്ങള്, നമ്മുടെ പൂർവ്വ ബന്ധുക്കൾ എവിടെയെല്ലാം ജീവിക്കുന്നു എന്നെല്ലാം അറിയുന്ന പരിപൂർണമായ ഒരു പരിശോധനയ്ക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ ഏകദേശം $1100, അതായത് 50,000 രൂപ ചിലവ് വരുമെന്ന് പറഞ്ഞു. പണച്ചിലവ് മാത്രം ഓർത്തല്ല ഞാൻ പരിശോധനയ്ക്ക് വിധേയനാകാതിരുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഒരു സുറിയാനി ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ച ഞാന് AD 52 മാർത്തോമാ ശ്ലീഹ ക്രിസ്തുമതത്തിൽ ചേർത്ത ഒരു നമ്പൂതിരി കുടുംബത്തിന്റെ പിൻഗാമിയാണെന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും ഞാൻ പറഞ്ഞിട്ടുള്ളതും. 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നമ്പൂതിരി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നും എന്നോട് ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ലാത്തതുപോലെ പാരമ്പര്യ വിശ്വാസങ്ങളിലും ചോദ്യം പാടില്ലല്ലോ. എന്നാല് ജനറ്റിക്സ് ടെസ്റ്റ് കഴിഞ്ഞ് എന്റെ പ്രപിതാമഹൻ നമ്പൂതിരിയല്ലായിരുന്നു, നൈജീരിയയിൽ നിന്നോ ഉഗണ്ടയിൽ നിന്നോ വന്ന ആരോ ആയിരുന്നു എന്നറിഞ്ഞാൽ പിന്നെ ഞാൻ നാട്ടുകാരോട് എന്തു പറയും? അമേരിക്കയിലെ 3ാമത്തെ പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സന്റെ ജീൻസ് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ അദ്ദേഹത്തിന്റെ പിൻഗാമികളെ കുറിച്ച് അടുത്ത കാലത്ത് ഒരു വലിയ അന്വേഷണം നടത്തപ്പെട്ടു. 1776 വിവാഹിതനായ തോമസ് ജെഫേഴ്സണും അദ്ദേഹത്തിന്റെ ഭാര്യ മാർത്തയും അവരുടെ 6 കുട്ടികളും വെള്ളക്കാരായിരുന്നു. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തോമസ് ജെഫേഴ്സന്റെ ജീൻ ലഭിച്ചിട്ടുള്ള പിൻഗാമികളിൽ മിക്കവരും കറുത്ത നിറമുള്ളവരാണ്, ആഫ്രിക്കൻ വംശജരായ അമേരിക്കരാണ്. മഹാനായ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ കുശിനിക്കാരിയായിരുന്ന സാലി എന്ന കറുത്ത സ്ത്രീയോട് കാണിച്ച മഹാമനസ്കതയായിരിക്കണം ഇതിന് കാരണമെന്നാണ് ഇന്ന് പലരും വിശ്വസിക്കുന്നത്. ഞാൻ പലപ്പോഴും ഭയപ്പെടാറുണ്ട്. ജീനിയോളജി ടെസ്റ്റ് അനുസരിച്ച് മാത്രമായിരുന്നു നമ്മുടെ കുടുംബയോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നെങ്കിൽ ആരെല്ലാം അവിടെ പുതുതായി കാണുമായിരുന്നു, ഇന്നുള്ള ആരെയെല്ലാം കാണാതിരിക്കുമായിരുന്നു
ഏതായാലും ഉടനെയൊന്നും ഒരു ജനറ്റിക് ടെസ്റ്റ് നൽകി ഫാമിലി ട്രീ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നന്ദി. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ